എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ ചുക്കയാണ്. വളരെ രുചികരമാണ്. ഇതൊന്ന് കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ക്രിസ്മസ് നാളില് പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്തും ഇതുപോലൊരു സിമ്പിൾ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. കഴിക്കാൻ നല്ല സ്പൈസിയാണ്, അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റുമായിരിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ ചുക്ക തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ ചിക്കൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. എല്ലോട് കൂടിയുള്ള പീസുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളതും. ഇനി ഇതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. ആദ്യമേ നമുക്കിതിലേക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1/2 സ്പൂൺ അളവില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി 1 സ്പൂൺ അളവില് മുളക് പൊടി, കളർ കിട്ടുന്നതിനായിട്ട് കാശ്മീരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പം നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസുകൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ 2 തവണകൾ കൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇനി ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാം. താഴെ ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ പീസുകൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുള്ള ചിക്കൻ പീസുകൾ നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റുമ്പോൾ ഇതിന്റെ ആ മുരിവ് കൂടെ കോരി മാറ്റണം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകൾ ഇതുപോലെ ഒന്ന് മൊരിയിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ പീസുകൾ മുഴുവനും എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുകൂടെ മുരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിക്കനും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കനും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 100 ഗ്രാം കൊച്ചുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിതെല്ലാം നല്ലതുപോലെ കൂട്ടിയിളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ വറുത്തെടുത്തിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സവാള ഒക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിക്ക് മാത്രം മതിയാകും. അതുകൊണ്ട് കുറഞ്ഞ അളവിലായിരിക്കണം ഉപ്പ് ചേർക്കേണ്ടതും. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇതുകൂടി ചേർത്ത് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മറ്റുള്ള ചേരുവകൾ കൂടെ ചേർക്കാം. ഇനി അങ്ങ് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന ചേരുവകളൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർക്കണം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുത്തിട്ട് 1 സ്പൂൺ അളവിൽ ചതച്ച മുളക്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി പൊടികളും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. പൊടികളൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. പൊടികളൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് തന്നെ ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലകൾ ഇതുപോലൊരു പരുവത്തിനാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പരുവമായാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ലോണം തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ നമുക്ക് മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.